ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടുതൽ പേർക്കും അറിയാത്ത കുറേ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിലോ കാറിലോ ഏത് വണ്ടിയിലോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടൗണിലാണെങ്കിലും ഉള്ളേരിയകളിലാണെങ്കിലും നമ്മളിപ്പോൾ നായിനെ അതായത് പട്ടി കുറുകെ ചാടി ഇടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടില്ല, നഷ്ടപരിഹാരം എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളതാണ് കുറേ പേരുടെ വിചാരം ഉള്ളത്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. സുപ്രീം കോടതി വിധി പ്രകാരം നമ്മൾ പട്ടി കുറുകെ ചാടുന്ന സമയത്ത്, ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് ആ സ്ഥലം ഏത് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പട്ടി അതായത് തെരുവ് പട്ടിയാണോ അല്ലെങ്കിൽ അതിൽ ഓണർ ഉള്ളോ എന്നുള്ളത് ലോക്കൽ ബോഡീസിൻ്റെ ഹെൽപ്പ് കൊണ്ട് അറിയുക. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ നമ്മളൊരു ആക്സിഡൻ്റായ ഫോട്ടോ എടുക്കുക. അതേപോലെ പട്ടിൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ആയ ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുക. പോലീസ് DDR ഡെയിലി ഡയറി റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കും. നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടുക. അതിനുശേഷം ആ ഉണ്ടായ സ്ഥലം ഒരു വൈറ്റ് പേപ്പറിൽ ഉണ്ടായ സ്ഥലവും കാര്യങ്ങളും നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഹോസ്പിറ്റൽ ബില്ലെല്ലാം നോട്ട് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്തിനുള്ളിലാണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ ആണെങ്കിൽ അത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത്, അതിൽ പോയിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അവരത് ടേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നഷ്ടപരിഹാരം തരും. അതിൽ നമുക്ക് സാലറി, നമ്മുടെ ശമ്പളം, നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ശമ്പളം കാര്യങ്ങളും നമുക്കില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. സോ അതിൻ്റെ എമൗണ്ടും നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ടേക്കപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫുൾ കവർ ഇൻഷുറൻസ് നമ്മുടെ ബൈക്കിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാറിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് വഴി നമുക്ക് ക്ലെയിം ചെയ്തിട്ട് ബൈക്ക് നേരാക്കുക, കാർ നേരാക്കാനുള്ള ഫണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ചുറ്റും ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ആക്സിഡൻ്റായി മരണപ്പെട്ടവരും അതേപോലെ ചികിത്സയിൽ കഴിയുന്നവരായിട്ട് ഒരുപാടുണ്ട് പട്ടി കുറുകെ ചാടിയിട്ട്. സോ മാക്സിമം ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ്. അതോടൊപ്പം ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. ഓക്കെ, താങ്ക് യു.